കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് ഈ ക്ഷേത്രമുള്ളത്. താന്ത്രിക ഉത്സവങ്ങൾക്കും പൂജകൾക്കും ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. ഇവിടെ എത്തി കാടാമ്പുഴ അമ്മയെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഏതു പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്നാണ് വിശ്വാസം. വിഗ്രഹമില്ലാത്ത ആദിപരാശക്തിയെ കിരാത രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. 108 ദുർഗാ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് കാടാമ്പുഴ ക്ഷേത്രം. പാശുപതാസ്ത്രം നേടുവാനായി അർജുനൻ മഹാദേവനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ അർജുനന്റെ അഹങ്കാരം ശമിച്ച ശേഷം മാത്രമേ അസ്ത്രം നൽകൂ എന്നായിരുന്നു ശിവഭഗവാന്റെ തീരുമാനം. അതിനായി ശിവനും പാർവതിയും കൂടി അർജുനൻ തപസ് ചെയ്യുന്ന കാട്ടിൽ കാട്ടാള വേഷത്തിൽ എത്തി. ഇതിനിടയിൽ ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ അർജുനന്റെ തപസ് മുടക്കുവാൻ വേണ്ടി പന്നിയുടെ രൂപത്തിൽ പറഞ്ഞുവിട്ടു. ഇത് കണ്ടുനിന്ന മഹാദേവൻ പന്നിയെ അമ്പെയ്തു. ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്തു വീഴ്ത്തി. പിന്നീട് പന്നിയെ ആര് കൊന്നു എന്ന് തർക്കമായി. ഒടുവിൽ അമ്പേറ്റ് ശിവന്റെ ശരീരം മുറിഞ്ഞപ്പോൾ പാർവതി ദേവി അർജുനൻ എയ്യുന്ന അമ്പുകളെല്ലാം പുഷ്പങ്ങളായി വർഷിക്കട്ടെ എന്ന് ശപിക്കുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ മാത്രമാണ് അർജുനന് കാട്ടാള വേഷത്തിൽ വന്നിരിക്കുന്നത് മഹാദേവനും പാർവതി ദേവിയുമാണെന്ന് മനസ്സിലാവുന്നത്. തന്റെ തെറ്റിന് മാപ്പപേക്ഷിച്ച അർജുനന് ശിവഭഗവാനും പാർവതിയും ചേർന്ന് പാശുപതാസ്ത്രം നൽകി. ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്ക് എന്നാണ് വിശ്വാസം. ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചത് ശങ്കരാചാര്യരാണെന്നാണ് വിശ്വാസം. അർജുനന്റെ ബാണങ്ങൾ പൂക്കളായി ശിവന്റെ മേൽ പതിച്ചതിന്റെ ഓർമ്മയ്ക്കായി പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ശങ്കരാചാര്യർ പൂമൂടൽ ചടങ്ങ് ആരംഭിച്ചു. എന്നാൽ ഈ ക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിൽ എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ദേവിക്ക് വനദുർഗാഭാവം കൂടിയുള്ളതിനാലാണ് മേൽക്കൂരയില്ലാത്തത്. മുട്ടറുക്കലും പൂമൂടലുമാണ് കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ.